തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിനി ഡോക്ടർ ഷഹന ജീവനൊടുക്കിയ കേസിൽ ദിവസങ്ങൾ പിന്നിടുമ്പോഴും കേസിലെ ഒന്നാം പ്രതി ഡോക്ടർ റുവൈസിന്റെ പിതാവും രണ്ടാം പ്രതിയുമായ അബ്ദുൾ റഷീദിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഇയാൾ ഒളിവിലാണ്. ഇത്രയും ഗൗരവമുള്ള കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യാത്ത പോലീസിന്റെ അനാസ്ഥയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. പഠനത്തിൽ മിടുമിടുക്കി, മെറിറ്റിൽ MBBS അഡ്മിഷൻ. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പഠനത്തിന് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപരിപഠനം. പഠനത്തിൽ മിടുക്കിയായ ഡോക്ടർ എന്ന മികച്ച പ്രൊഫഷൻ സ്വന്തമാക്കിയ തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശിനി ഡോക്ടർ ഷഹന ജീവനൊടുക്കി. അതും ആധുനിക സമൂഹത്തിന് അപമാനമായ സ്ത്രീധനത്തിന്റെ പേരിൽ. ഈ സമൂഹത്തിൽ ജീവിക്കുന്നതിന്റെ പേരിൽ നമ്മൾ ലജ്ജിച്ചു തലകുനിക്കണം. അതിനേക്കാൾ അമ്പരപ്പിക്കുന്നതും ഗൗരവ സ്വഭാവമുള്ള കാര്യങ്ങളാണ് പിന്നീട് സംഭവിച്ചത്. കേസിൽ സഹനയ്ക്ക് വിവാഹ വാഗ്ദാനം നൽകിയ ശേഷം സ്ത്രീധനത്തിന്റെ പേരിൽ പിന്മാറിയ ഡോക്ടർ റുവൈസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കേസിന്റെ ഗൗരവ സ്വഭാവം കണക്കിലെടുത്ത് റുവൈസിന് കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഏറെ മാധ്യമ ശ്രദ്ധ കിട്ടിയ കേസിന്റെ നാൾവഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ സ്ത്രീധനം പോലെ തന്നെ സമൂഹത്തിൽ ശാപമായി നിൽക്കുന്ന സിസ്റ്റത്തിന്റെ അനാസ്ഥയെക്കുറിച്ചുള്ള ചില അമ്പരപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളും കാണാൻ കഴിയും. റുവൈസിന്റെ പിതാവാണ് കൂടുതൽ സ്ത്രീധനത്തിനായി സമ്മർദ്ദം ചെലുത്തിയതെന്ന് കേസിന്റെ തുടക്കം മുതൽ പോലീസിന് അറിയാമായിരുന്നു. ഷഹനയുടെ ആത്മഹത്യാക്കുറിപ്പിലും വാട്സപ്പ് ചാറ്റുകളും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഗുരുതരമായ അനാസ്ഥയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. റുവൈസിന്റെ പിതാവിന്റെ പങ്കിനെക്കുറിച്ച് ഈ തെളിവുകൾ കിട്ടിയിട്ടും പോലീസ് അത് മറച്ചുവെച്ചു. പോലീസ് നടത്തിയ മന്ദഗതിയിലുള്ള അന്വേഷണമാണ് പ്രതികൾക്ക് കടന്നുകളയാൻ അവസരം നൽകിയത്. ബോധപൂർവമായ അനാസ്ഥയാണോ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് സംശയിക്കണം. റുവൈസിന്റെ കരുനാഗപ്പള്ളിയിലെ വീട് പൂട്ടിയ നിലയിലാണ്. മാതാപിതാക്കൾ ഒളിവിലും. ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഇവരെ കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇതിന് ഉത്തരവാദികളായ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതല്ലേ? ഈ സിസ്റ്റത്തിൽ നിന്ന് സാധാരണ പൗരന്മാർക്ക് എങ്ങനെയാണ് നീതി ലഭിക്കുക? കേസിന്റെ തുടക്കം മുതൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതരമായ കൃത്യവിലോപമാണ്. ഡോക്ടർ AJ ഷഹനയുടെ ആത്മഹത്യാക്കുറിപ്പിലെ പ്രതിയുടെ പേരും പങ്കും ആദ്യ ദിവസം പോലീസ് മറച്ചുവെച്ചു. ഷഹനയുടെ കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ആദ്യ ദിവസം തന്നെ റുവൈസിനെതിരെ പോലീസിന് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുക്കാമായിരുന്നു. എന്നാൽ അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തത്. കുറിപ്പിൽ സ്ത്രീധന പ്രശ്നത്തെക്കുറിച്ച് പരാമർശമോ ആർക്കെങ്കിലുമെതിരെ ആരോപണമോ ഇല്ലെന്നായിരുന്നു പോലീസ് അറിയിച്ചത്. കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ പിന്നീട് പോലീസ് നിലപാട് മാറ്റി. സുഹൃത്തും മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥിയുമായ ഡോക്ടർ EA റുവൈസ് ആവശ്യപ്പെട്ടത്ര സ്ത്രീധനം നൽകാൻ കഴിയാത്തതിനാലാണ് ആത്മഹത്യ ചെയ്യുന്നതെന്ന് ഷഹനയുടെ കുറിപ്പിലുണ്ടെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കി. ഡോക്ടർ ഷഹനയുടെ മുറിയിൽ നിന്ന് കണ്ടെടുത്തത് 4 പേജുകളുള്ള ആത്മഹത്യാക്കുറിപ്പായിരുന്നു. എല്ലാവർക്കും വേണ്ടത് പണമാണ്, എല്ലാത്തിലും വലുത് പണമാണ് എന്ന് മാത്രമാണ് ഒരു പേജുള്ള കുറിപ്പിലുള്ളതെന്നാണ് മെഡിക്കൽ കോളേജ് പോലീസ് ആദ്യം മാധ്യമങ്ങളോട് പറഞ്ഞത്. 4 പേജുള്ളത്. അതിൽ നിന്ന് തന്നെ പോലീസിന്റെ ഒളിച്ചുകളി വ്യക്തമാണ്. സ്ത്രീധന പ്രശ്നത്തെക്കുറിച്ച് പരാമർശമോ ആർക്കെങ്കിലുമെതിരെ ആരോപണമോ കുറിപ്പിലില്ലെന്നും തുടക്കത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് പറഞ്ഞിരുന്നു. എന്നാൽ ഷഹനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പ്രതിയുടെ പേരും പങ്കും വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ടെന്ന് ഇതേ പോലീസ് തയ്യാറാക്കിയ റിമാൻഡ് റിപ്പോർട്ടിൽ പിന്നീട് പറഞ്ഞു. റുവൈസുമായുള്ള അടുപ്പം, വൻതുക സ്ത്രീധനം ആവശ്യപ്പെട്ടത്, ഒരു കുടുംബത്തിന്റെ അവഗണന തുടങ്ങിയവ കത്തിൽ വിശദമായി പരാമർശിച്ചിട്ടുണ്ടെന്നും പിന്നീട് പോലീസ് അറിയിച്ചു. കൊല്ലം നിലമേലിൽ സ്ത്രീധനത്തിന്റെ പേരിൽ ജീവനൊടുക്കേണ്ടി വന്ന വിസ്മയയ്ക്ക് ലഭിച്ച നീതി ഡോക്ടർ ഷഹനയ്ക്കും ലഭിക്കണം. കുറ്റകരമായ അനാസ്ഥ വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയും സ്വീകരിക്കണം. എങ്കിൽ മാത്രമേ അകാലത്തിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന ഡോക്ടർ ഷഹനയ്ക്ക് നീതി കിട്ടുകയുള്ളൂ.